തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പോലീസിന് ഇന്ന് നിർണായകം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതി അഫ്ഫാന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. കൊലപാതകത്തിന് ശേഷം പ്രതി മദ്യം വാങ്ങിയത് എലിവിഷം കലർത്തി കുടിക്കാനാണ് എന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഈ ക്രൂരകൃത്യത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരുപാട് ഘടകങ്ങൾ പരിശോധിക്കുന്നുണ്ട് അന്വേഷണ സംഘം. അതിൽ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം ചെന്ന് എത്തുകയായിരുന്നു. ഈ മദ്യം വാങ്ങിയത് എലിവിഷം കലർത്തി കുടിക്കാനാണ് എന്നടക്കമുള്ള നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? അജീഷ് ജയകുമാർ. റീജിത്ത്, എന്തായാലും സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അഫ്ഫാനെ ചോദ്യം ചെയ്യണം. അഫ്ഫാനെ ചോദ്യം ചെയ്യണമെങ്കിൽ ഡോക്ടർമാരുടെ റിപ്പോർട്ട് കിട്ടണം. ഡോക്ടർമാർ അനുകൂലമായിട്ട് റിപ്പോർട്ട് തരികയാണെങ്കിൽ ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെയായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. മജിസ്ട്രേറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും. അവിടെ വെച്ച് തന്നെ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യും. പിന്നീടായിരിക്കും കസ്റ്റഡി അടക്കമുള്ള ആരോഗ്യനില മെച്ചപ്പെട്ടു വന്ന് ഡോക്ടർമാർ ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ അഫ്ഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി എന്താണെന്നുള്ളത്. കാരണം ഈ തിങ്കളാഴ്ച ദിവസം രാവിലെ ആ വീട്ടിൽ എന്താണ് നടന്നതെന്നുള്ളത് ആകെ അറിയാവുന്ന വ്യക്തി ഷെമിയാണ്. ഷെമി ആണ് ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത്. ഷെമിയുടെ ആരോഗ്യനിലയും മെച്ചപ്പെട്ടിട്ടുള്ളതായി കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയും വീണ്ടും ഒരു വിശദ പരിശോധന നടത്തും. ആരോഗ്യനില, അതായത് പോലീസിന് മൊഴി നൽകാൻ പറ്റുന്നൊരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പോലീസ് സംഘം ഷെമിയുടെ മൊഴിയും രേഖപ്പെടുത്തും. ഷെമിയുടെ മൊഴിയാണ് ഈ കേസിൽ ഏറെ നിർണായകമായിട്ടുള്ളത്. കാരണം ഈ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് പിതാവിന്. അതുകൊണ്ട് തന്നെ ഈ പിതാവിൻ്റെ സാമ്പത്തിക ബാധ്യത വളരെ ചെറുപ്രായത്തിൽ തന്നെ അഫ്ഫാനും ഏറ്റെടുക്കേണ്ടി വന്നു എന്നും പോലീസിനോട് പറഞ്ഞിരുന്നു. ഈ സാമ്പത്തിക ബാധ്യതയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു. ആദ്യം ആത്മഹത്യയിലേക്കാണ് ചിന്തിച്ചിരുന്നത്, പിന്നീടാണ് കൊലയിലേക്ക് എത്തിയത്. ആദ്യം അമ്മയെയാണ് ആക്രമിച്ചത്. അമ്മയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ആക്രമിച്ചത്. പക്ഷേ അമ്മ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ അഫ്ഫാനു തെറ്റുപറ്റി. അങ്ങനെയാണ് മാതാവ് ജീവനോടെ തിരിച്ചു വന്നത്. പക്ഷേ ബാക്കിയുള്ളവരെ കൊലപ്പെടുത്താനുണ്ടായ തീരുമാനങ്ങൾ എങ്ങനെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങൾ അഫ്ഫാനെ ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ, അതായത് ഈ പോലീസിൽ കീഴടങ്ങുന്ന സമയത്ത് പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. അന്ന് അഫ്ഫാൻ പറഞ്ഞിരുന്നത് താൻ മദ്യം വാങ്ങിയത് ഈ എലിവിഷം കലർത്തി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരെയും കൊലപ്പെടുത്തി, ഇനി താനും ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് മദ്യം വാങ്ങി അതിൽ എലിവിഷം കലർത്തി കുടിക്കാൻ തീരുമാനിച്ചത്. ഈ എലിവിഷം കലർത്തി കുടിച്ച സമയത്ത്, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങാൻ സ്വന്തം ബൈക്കിൽ പോകാമെന്നാണ് കരുതിയിരുന്നത്. പിന്നീട് ഓട്ടോറിക്ഷയിൽ പോകാൻ തീരുമാനിക്കുകയായിരുന്നു. അതായത് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതോടെ അങ്ങനെയാണ് ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഇന്ന് രണ്ടുപേരുടെയും മൊഴി എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.